ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 പഴം എടുത്ത് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ചെറുതാണെങ്കിൽ 4 എടുക്കാമേ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വലുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കറക്റ്റ് 1 കപ്പ് വെള്ളം എടുത്ത് വയ്ക്കണം കേട്ടോ. അതിൽ നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ ഇതങ്ങ് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ എൻ്റെ സ്കിപ്പായിപ്പോയി. അപ്പോൾ അതാ 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളിതാ ഇതേപോലെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കട്ടിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുറച്ചൊന്ന് ലൂസാക്കി നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോഴാണ് മാവിന്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുന്നത്. അപ്പൊ നമ്മൾ 1 കപ്പ് ഗോതമ്പ് മാവിലാണ് കേട്ടോ ഈ റെസിപ്പി നമ്മൾ ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണേ. അപ്പൊ അതാ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതേപോലെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ മാവിന്റെ പരുവം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്കിനി തയ്യാറാക്കുന്ന പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യുന്ന ആ മാവ് അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി കാച്ചിയെടുക്കാം കേട്ടോ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതങ്ങ് നല്ലോണം അങ്ങ് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. അപ്പൊ ഇതവിടെ ശർക്കര എല്ലാം നല്ലോണം ഉരുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാവിലോട്ട് അങ്ങ് അരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരിച്ച് ഒഴിച്ചതിന് ശേഷം നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ 2 പഴവും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ റെസിപ്പി സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഇതാ ഇവിടെ എല്ലാം കൂടെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം അങ്ങ് ഉടച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഇവിടെ മാവ് ഇവിടെ കട്ടകളൊന്നും ഇല്ലാതെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡിലൊക്കെ നെയ്യ് ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. നെയ്യ് എല്ലാം ചുറ്റും ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രം അങ്ങ് മാറ്റി വെച്ചിരിക്കാം. നമ്മൾ മാവെല്ലാം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ഈ പാത്രത്തിലാണ് കേട്ടോ. അപ്പൊ ആ പാത്രം നമുക്കൊന്ന് നെയ്യൊക്കെ ഒന്ന് തടവി കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കാമേ. അപ്പൊ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ പാൻ വെച്ച് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ടിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ കൈവിടാതെ അങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇത് കട്ടിയാകാനായിട്ട് തുടങ്ങും. പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോഴത്തേക്കും നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാമേ. നെയ്യ് ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവിടാതെ തന്നെ മിക്സ് ചെയ്യണം. പെട്ടെന്ന് തന്നെ അത് കട്ടി പിടിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ കൈവിടാതെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പൊ നമ്മളിതാ കൈവിടാതെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. 2 പഴവും 1 കപ്പ് ഗോതമ്പും ഉണ്ടെങ്കിൽ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാമേ. വളരെ ഈസിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഒരു നാടൻ പലഹാരമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുവേ. അപ്പോൾ അതാ ചെറുതായിട്ടൊക്കെ ഒന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവായപ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ ഇതേപോലെ നല്ലോണം പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ സമയം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമേ. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാമേ. ഇനി നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെച്ച പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ തിരികിയതൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് നമുക്ക് അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു തവിയോ സ്പൂണോ എന്തെങ്കിലും വെച്ച് ചെറുതായിട്ടൊന്ന് നെയ്യ് തടയി കൊടുത്തതിന് ശേഷം നമുക്കതങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. വളരെ ഈസിയാണ്, നല്ലൊരു പലഹാരം കൂടിയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. പഴവും ഗോതമ്പും മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് നെയ്യും കൂടെ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തോട്ട് ഞാൻ കുറച്ചൊന്ന് തേങ്ങ തിരികെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച്
ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ അത് ചൂടാറി കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതങ്ങ് കട്ട് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ, നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം ഞാൻ ഇവിടെ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും അത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ സൈഡ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കൂ. താങ്ക്